ഒന്ന് ഈ മോഹനൻ കുന്നുമ്മൽ എന്ന കേരള സർവകലാശാലയുടെ താൽക്കാലിക വി സിയുടെ മനോനില പരിശോധിക്കണം. അദ്ദേഹത്തെ അടിയന്തരമായി വൈദ്യശാസ്ത്രത്തിൻ്റെ മനോരോഗ വിദഗ്ധൻ്റെ മുന്നിലേക്ക് എത്തിക്കാൻ കേരളത്തിലെ ലോക് ഭവന് കഴിയണം. ലോക് ഭവനാണല്ലോ ഇദ്ദേഹത്തെ കെട്ടിയിറക്കിയിട്ടുള്ളത്. യാതൊരുവിധ യോഗ്യതയുമില്ലാത്ത കേരള സർവകലാശാല പോലെ രാജ്യത്തെ തന്നെ നിർഫ് റാങ്കിങ്ങിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സർവകലാശാലയുടെ വി സി ആയി ഇരിക്കാൻ യോഗ്യതയില്ലാത്ത ഒട്ടനവധി മഹാരഥന്മാർ ഇരുന്നൊരു കസേരയിൽ വന്നമർന്നിരുന്ന് RSSൻ്റെ അജണ്ടകൾ നടപ്പിലാക്കി RSSൻ്റെ തൊഴുത്തിൽ കെട്ടിയിടാൻ ഈ രാജ്യത്തെ തന്നെ പ്രീമിയറായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ആ സർവകലാശാലയിലെ വിദ്യാർത്ഥികളും വിദ്യാർത്ഥി സംഘടനകളും അതിനോട് പ്രതികരിക്കുന്നത് സ്വാഭാവികമാണ്. അതവരുടെ അവകാശമാണ്. ഈ രാജ്യത്തിൻ്റെ ഭരണഘടന നൽകിയിട്ടുള്ള അവരുടെ അവകാശമാണ്. ആ അവകാശത്തെ ഉപയോഗിച്ചുകൊണ്ട് ആ സർവകലാശാലയിലെ ഓരോരോ മേഖലയിലും പരീക്ഷാ വിഭാഗം, അതിൻ്റെ സെനറ്റ്, സിൻഡിക്കേറ്റ്, സർട്ടിഫിക്കറ്റ് വിഭാഗം, ഇതൊക്കെയും അനിശ്ചിതത്വത്തിലാക്കിക്കൊണ്ട് വിദ്യാർത്ഥി വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഇവർ ആ സർവകലാശാലയുടെ ആസ്ഥാനത്തിരുന്ന് നടപ്പിലാക്കുന്ന തെറ്റായ നിലപാടുകളെ ചോദ്യം ചെയ്തതാണോ വിദ്യാർത്ഥികൾ ചെയ്ത കുറ്റം? എന്തൊക്കെ ആക്ഷേപങ്ങളാണ് ഇദ്ദേഹം നടപ്പിലാക്കിയിരിക്കുന്നത്? കേരളത്തിലെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ, ഇവർക്കെതിരെ പ്രതികരിക്കുന്ന വിദ്യാർത്ഥികളൊക്കെയും ഈ പറഞ്ഞതുപോലെ ലഹരിക്കടിമകളാണെന്ന് പറഞ്ഞത് എന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ്? ഈ തെറ്റായിട്ടുള്ള സമീപനം ഉയർത്തിപ്പിടിക്കുന്ന മോഹനൻ കുന്നുമ്മലിനെ അടിയന്തരമായി ആ സ്ഥാനത്ത് നിന്ന് നീക്കണം. സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ടിൽ തന്നെ പറയുന്ന ഒരു സുപ്രധാനമായ ഭാഗം, മനോനില തെറ്റിയിട്ടുണ്ടെങ്കിൽ മനോനില തെറ്റിയിട്ടുള്ള വി സിമാരെ ആ സ്ഥാനത്ത് നിന്ന് നീക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക്, അദ്ദേഹത്തെ നിയോഗിച്ചിട്ടുള്ള ആൾക്ക് പ്രത്യേകമായി അധികാരമുണ്ട്. ഇത് പ്രത്യേകമായി പരിശോധിക്കേണ്ടതാണ്. ഈ കേരളത്തിൽ സർവകലാശാലയിൽ സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലേക്കും ഇല്ലാത്ത യോഗ്യതകളെ ഉയർത്തിക്കാണിച്ച് RSSകാരെ തിരികെ കയറ്റി. ഹൈക്കോടതി എടുത്ത് പുറത്തിട്ടു അവരെ. ഞങ്ങൾ സമരം നടത്തി. സമരത്തിൻ്റെ തുടർച്ചയിൽ അവിടെ RSSൻ്റെ അടയാളം കൊണ്ടുവച്ച് ഗവർണറെ കൊണ്ടുപോയി ഇരുത്തി RSSൻ്റെ അടയാളങ്ങൾ വെച്ച് പരിപാടികൾ സംഘടിപ്പിച്ചപ്പോൾ ഞങ്ങൾ അതിനെ എതിർത്തു. അവിടുത്തെ അന്നത്തെ രജിസ്ട്രാറെ യാതൊരുവിധ കാരണവുമില്ലാതെ അതിൻ്റെ പേരിൽ പുറത്താക്കി. ഇതിനെതിരെ സമരം ചെയ്തതാണോ ഞങ്ങൾ ചെയ്ത കുറ്റം? അവിടുത്തെ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ സർവകലാശാലയിൽ നിന്ന് ഇറങ്ങി ഒളിച്ചോടിയതിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ പരീക്ഷ നടത്തുന്നില്ല, സർട്ടിഫിക്കറ്റുകൾ ആയിരക്കണക്കിന് എണ്ണം ബാക്കിയാകുന്നു. ഒപ്പിട്ട് കൊടുക്കാൻ തയ്യാറാവാത്ത മോഹൻ കുന്നുമ്മലിനെതിരെ സമരം ചെയ്തതാണോ ഞങ്ങൾ ചെയ്ത കുറ്റം? ഒരു സർവകലാശാല യൂണിയൻ എന്ന് വെച്ചാൽ ആ സർവകലാശാലയിലെ 200ഓളം വരുന്ന UUCമാർ, അതിൻ്റെ അർത്ഥം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരു യൂണിയനെ യാതൊരുവിധ കാരണവുമില്ലാതെ റദ്ദ് ചെയ്തു. ആ നടപടിയും ഹൈക്കോടതി എടുത്ത് തൊട്ടിൽ കളഞ്ഞു. ഇതിൻ്റെയൊക്കെ തിരിച്ചടികൾ മുഖത്തേറ്റതിൻ്റെ പ്രഹരത്തിൻ്റെ വേദനയുണ്ടെങ്കിൽ ആ വേദന കൊണ്ടുപോയി കരയേണ്ടത് ലോക് ഭവനിലിരിക്കുന്ന ആർലേക്കറിൻ്റെ മുന്നിലാണ്. ഞങ്ങളോട് വേണ്ട. ഞങ്ങളുടെ വ്യക്തിത്വത്തെയും ഞങ്ങളുടെ പൈതൃകത്തെയും ഞങ്ങളുടെ സംസ്കാരത്തെയൊക്കെയാണ് ചോദ്യം ചെയ്യുന്നത്. ഞങ്ങളുടെ വീട്ടിലും അച്ഛനമ്മമാരുണ്ട്. ഞങ്ങളുടെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ, അവരെല്ലാം ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ മുഴുവൻ സർവകലാശാലകളിലും SFI വിജയിക്കുന്നത് ഏറ്റവും നല്ല മാതൃകാപരമായ സംഘടനാ പ്രവർത്തനം നടത്തുന്നതും ഈ കാലഘട്ടത്തിനനുസൃതമായി സമചിത്തതയോടുകൂടി ശാസ്ത്രീയ നയസമീപനങ്ങളോടുകൂടി ഈ സമൂഹത്തിൽ ഇടപെടുന്നത് കൊണ്ടാണ്. ലക്ഷക്കണക്കിന് മാതാപിതാക്കളുടെ വിശ്വാസമാണ് SFI. ആ വിശ്വാസത്തിൻ്റെ ഭാഗമായാണ് ഞങ്ങൾ ഉൾപ്പെടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. കാരണം ഞങ്ങളുടെ മാതാപിതാക്കളും ഞങ്ങളുടെ പ്രവർത്തകരുടെയും ഞങ്ങളുടെ നേതാക്കന്മാരുടെയും എല്ലാവരുടെയും വീടുകളിൽ നിന്ന് കടന്നു വരുമ്പോൾ അവർ SFIയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ആത്മാഭിമാനത്തോടു കൂടി പറയുന്നവരാണ്. കാരണം ഒരുവിധ തെറ്റായ ചെയ്തികൾക്കും SFI നേതൃത്വം കൊടുക്കാറില്ല. അപ്പോൾ ഞങ്ങൾ സമരം നടത്തുന്നതിൻ്റെ പേരിൽ ആ സമരത്തെ പേടിച്ചിട്ട് ഇങ്ങനെ വിദണ്ഡവാദങ്ങൾ മുന്നോട്ട് വെക്കുന്നതിന് പകരം മോഹൻ കുന്നുമ്മൽ യഥാർത്ഥ വിഷയങ്ങളിലേക്ക് വരണം. യഥാർത്ഥ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്കെന്താ മനസ്സിലാവുന്നത്? സെനറ്റിലും സിൻഡിക്കേറ്റിലേക്കും തിരികെ കയറ്റിയിട്ടുള്ള RSSകാർ RSSൻ്റെ നയസമീപനങ്ങൾ നടപ്പിലാക്കാൻ സർവകലാശാലയിൽ ശ്രമിക്കുമ്പോൾ അതിനെതിരെ സമരം ചെയ്യുന്ന SFI, ആ SFIയെ ഏത് വിധേനയും ഇല്ലാതാക്കണം. ഈ വിമർശനം KSUവിനോടില്ലല്ലോ, ഈ വിമർശനം MSFനോടില്ലല്ലോ, ഫ്രട്ടേണിറ്റിയോടില്ലല്ലോ. കാരണം എന്താ? അവർക്ക് നിശബ്ദതയാണ്. ഞങ്ങൾ നിശബ്ദരാവില്ല. ഒരു കാരണവശാലും മോഹൻ കുന്നുമ്മലിൻ്റെ മുന്നിൽ മുട്ടുമടക്കില്ല. മോഹൻ കുന്നുമ്മൽ ഈ നിലപാടുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങളുടെ ക്ഷമ ഞങ്ങളങ്ങ് മറക്കും. സ്വാഭാവികമായും ഞങ്ങൾ ശക്തമായ പ്രതിഷേധവുമായി മോഹൻ കുന്നുമ്മലിൻ്റെ റൂമിലേക്ക് കടന്നു വരേണ്ടതായി വരും. ഈ നിലയിൽ തെറ്റായ വിധത്തിൽ എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഞാൻ വെല്ലുവിളിക്കുകയാണ് മോഹൻ കുന്നുമ്മലിനെ. എന്ത് തെളിവാണുള്ളത്? തെളിവുണ്ടെ പുറത്തുവിടണം. എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ചെയ്ത സമരത്തിൽ പങ്കെടുത്തവർക്ക്, ആ സമരം ചെയ്തവർക്കൊക്കെയും ഈ നിലയിൽ തെറ്റായ നിലയിൽ സാമൂഹ്യ അന്തരീക്ഷത്തിനെതിരെ പ്രവർത്തിക്കുന്നവരാണെന്നും അവർ ഈ നാടിനെതിരാണെന്നും പറയാൻ എന്തധികാരം? RSS ആണ് ഈ നാടിനെതിരെ.
RSSും സംഘപരിവാറും മോഹൻ കുന്നുമലുമാണ് വിദ്യാർത്ഥി വിരുദ്ധൻ. ആ വിദ്യാർത്ഥി വിരുദ്ധന്റെ സർട്ടിഫിക്കറ്റ് SFIക്ക് വേണ്ട, അത് മടക്കി കീശയിൽ വെച്ചേക്കണം. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, മോഹൻ കുന്നുമൽ ഈ പറയുന്ന പ്രസ്താവനകളൊക്കെ തിരുത്തി മുന്നോട്ട് പോകാൻ കഴിയണം. അടിയന്തരമായി താൽക്കാലിക VCയിൽ നിന്ന് ഇദ്ദേഹം മാറണം. ഇദ്ദേഹം ഏറ്റവും അവസാനം പുറത്തിറക്കിയ ഒരു പ്രസ്താവന കൂടിയുണ്ട്, ഒരു ഓർഡർ കൂടിയുണ്ട്. സർവകലാശാല യൂണിയനും കോളേജ് ഡിപ്പാർട്ട്മെന്റ് യൂണിയനുകളും സർവകലാശാല ഡിപ്പാർട്ട്മെന്റുകളിലും വിളിക്കുന്ന യൂണിയൻ പരിപാടികൾക്ക് വിളിക്കുന്ന ആളുകളുടെ വിവരങ്ങളൊക്കെ നേരത്തെ സർവകലാശാലയിൽ അറിയിച്ച് VCയുടെ പെർമിഷൻ വാങ്ങണം. അതൊക്കെ എടുത്ത് തോട്ടിൽ കളഞ്ഞേക്കണം. അതൊന്നും ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നില്ല.